ഗാന്ധി ആൻഡ് നാഷണൽ മൂവ്മെന്റ് അതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ അഡ്വന്റ് ഓഫ് ഗാന്ധി, അതായത് ഗാന്ധിജിയുടെ വരവ്, അതായത് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചുവടുവെപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഈ യൂണിറ്റിലൂടെ നോക്കുന്നത് കേട്ടോ. ഗാന്ധിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒരു ദേശീയ ബോധം നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന മുഖം ഗാന്ധിജി തന്നെ ആയിരിക്കും അല്ലേ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗാന്ധിജി. 20th സെഞ്ചുറിയിലൊക്കെ ലോകപ്രശസ്തരായിട്ടുള്ള പല നേതാക്കളും അതിലെടുത്ത് പറയുകയാണെങ്കിൽ അമേരിക്കയിലുള്ള മാർട്ടിൻ ലൂതർ കിങ്, അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലുള്ള നെൽസൺ മണ്ടേല, ഇങ്ങനെയുള്ള പല ആളുകളും ഗാന്ധിജിയെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അവരുടേതായിട്ടുള്ള സമരമുറകളിലേക്കൊക്കെ ഇടപെട്ടിട്ട് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല, എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടും ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗാന്ധിജി. ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധിജി വന്നതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിന് തന്നെ ഒരു പുതിയൊരു വഴിത്തിരിവായിട്ടാണ് ഗാന്ധിജിയുടെ വരവ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അതെന്താന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഒരു മെയിൻ ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് 1919 മാർച്ചിൽ റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റൗലറ്റ് ആക്ടിനെതിരെയായിട്ട് ഒരു രാജ്യവ്യാപകമായിട്ട് ഒരു ബഹുജന സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാവരെയും കൂടിയും ഒരേ ഒറ്റക്കെട്ടായിട്ട് അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം സമരത്തിലേക്ക് അല്ലെങ്കിൽ സത്യാഗ്രഹത്തിലേക്ക് ഇറങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിന് നമ്മൾ കാണുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ ഒരു പൗരാവകാശത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്രമമായിരുന്നില്ല ഇന്ത്യയിലുള്ളത്. അദ്ദേഹം ആദ്യം 1893 ബാരിസ്റ്റർ ആയിരുന്ന ആ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമരമുറകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തീക്കണലുണ്ടല്ലോ അതൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൻ്റെ ആ സമയത്ത് തന്നെയാണ്. സത്യാഗ്രഹം, അതുപോലെ തന്നെ അഹിംസ, ഇങ്ങനെയുള്ള സമാധാനപരമായിട്ടുള്ള സമരമുറകൾ ലോകത്തെ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗാന്ധിജിയാണ് കേട്ടോ. അതിൽ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായിട്ടാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു സമരമുറകൾ അദ്ദേഹം ആദ്യമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. സത്യാഗ്രഹം എന്നുള്ള പേര് വരാനുള്ള കാരണം അദ്ദേഹം വെള്ളക്കാർക്കെതിരെ ഗാന്ധിജി ഈ ഒരു സമരമുറ സ്വീകരിച്ച സമയത്ത് അതിനൊരു പുതിയ പേര് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് തന്നെ അവിടുത്തെ ഒരു ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിനിൽ ഒരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിനൊരു പുതിയൊരു പേര് നൽകാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് മകൻലാൽ ഗാന്ധിയാണ് സത്യാഗ്രഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് അത് ഗാന്ധിജിയാണ് സ്വയം അതിൽ പരിഷ്കരിച്ചൊരു സത്യാഗ്രഹ എന്നുള്ള പേര് സ്വീകരിച്ചിട്ടുള്ളത്.